കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് എന്താണ്? സ്വകാര്യ മേഖലയും ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളും കൂടിയതാണ് ഈ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 850 ആൾക്കാർ തിങ്ങിത്താർക്കുന്ന സ്ഥലത്ത് ഈ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് മുഴുവൻ സർക്കാർ ഫ്രീ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? ഏതെങ്കിലും നടക്കുമോ? ഇപ്പോൾ ഇന്ന് ഒരു എക്യുപ്മെൻറ്റ് വന്നു. ഈ എക്യുപ്മെൻറ്റ് ഇന്ന് പർച്ചേസ് ചെയ്യാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? സർക്കാരിനെ കൊണ്ട് പറ്റുമോ? ഒരു എക്യുപ്മെൻറ്റ് വില 3-4 കോടിയാണ്. സ്വകാര്യ മേഖലയ്ക്ക് പറ്റും. കാരണം എന്താണ്? അവർക്ക് മുതൽ മുടക്കുന്നത് ജനങ്ങളോട് തന്നെ പിരിച്ച് അവരുടെ സാധനം ഇൻവെസ്റ്റ് ചെയ്ത് അതിന് 10-20% ലാഭം എടുക്കുമായിരിക്കും. പക്ഷേ മറ്റതെങ്ങനെയാണ്? മറ്റതെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാരിനെ കൊണ്ട് നടത്താൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മുഴുവൻ സർക്കാർ നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അതിലേക്കുള്ള എക്യുപ്മെൻറ്റ് മുഴുവൻ മണിക്കൂർ വെച്ച് മാറ്റാൻ പറ്റുമോ? ടെക്നോളജി അത്ര സ്പീഡാണ്. ഇപ്പോൾ റിപ്പോർട്ടർ TV തുടങ്ങി രണ്ട് വർഷം മുന്നേ അല്ലേ? അന്ന് മെഡിക്കൽ എക്യുപ്മെൻ്റ് ആണോ ഇന്നുള്ളത്? ഇന്ന് നമ്മളോട് AMC എടുക്കാൻ വരുന്ന ആൾക്കാർ വന്ന് ചോദിക്കണം, സാറേ അത് മാറിയിട്ടോ, ആ ടെക്നോളജി മാറി, പുതിയ ടെക്നോളജി വന്നു, നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ വേണ്ടത് ചോദിക്കുകയാണ്. അത്രയും മാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അത് അത്ര ഫണ്ട് കേരള സർക്കാർ എടുത്തിട്ട് എവിടുന്ന വരുമാനം? ഈ ജനങ്ങളെ കുത്തിപ്പിടിച്ചിട്ട് മാത്രം ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അപ്പോൾ ഇതിനെയാണ് അദ്ദേഹം എതിർത്തത്.